നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നു ചാരവശാൽ ശുക്രൻ തൻ്റെ ഉച്ചക്ഷേത്രമായ മീനത്തിൽ നിന്നും മേടത്തിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. 2026 മാർച്ച് 26 കാലത്ത് 5 മണി മുതൽ, അതായത് 1201 മീനമാസം 12 മുതലാണ്. 25 ദിനങ്ങൾ മാത്രമാണ് മേടൻ രാശിയിൽ ശുക്രൻ നിൽക്കുന്നത്. ഈ 25 ദിനക്കാലം എപ്രകാരം ശുഭാശുഭ ഫലങ്ങളെ ശുക്രൻ പ്രദാനം ചെയ്യുന്നു മേടം മുതൽ മീനം വരെയുള്ള 12 രാശിക്കാർക്കും എന്ന ചർച്ചയാണ് നാം ഇവിടെ ചെയ്യുന്നത്. തൻ്റെ ഉച്ചക്ഷേത്രത്തിൽ ശുക്രൻ വളരെ നല്ല ഫലങ്ങൾ ചെയ്തിരിക്കാം. കാരണം ശുക്രൻ ഉച്ചക്ഷേത്രത്തിലാണ്. ഇപ്പോൾ ശുക്രൻ നിൽക്കുന്നത് തൻ്റെ സുക്ഷേത്രത്തിലാണ്, ചൊവ്വാക്ഷേത്രത്തിലാണ്. ചൊവ്വാക്ഷേത്രത്തിൽ ശുക്രൻ വന്നാലും ശുക്രക്ഷേത്രത്തിൽ ചൊവ്വ വന്നാലും ഫലങ്ങൾ നല്ലതാണെങ്കിലും പലപ്പോഴും ഭൗതിക സുഖത്തിന് വേണ്ടിയുള്ള യാത്രയിൽ പല ക്ലേശങ്ങളും അനുഭവിക്കാൻ ഇടയുണ്ട്, സംഭവിക്കും. മേടത്തിലെ ശുക്രൻ്റെ ആശ്രയഫലം പറഞ്ഞിരിക്കുന്നത് പരയുവതിരഥ തദർത്ഥവാദേഹി ഹൃദവിഭവ കുലവാംസന കുജക്ഷ എന്നാണ്. പരയുവതിയിൽ താല്പര്യമുണ്ടാവുക, അതിനുവേണ്ടി തൻ്റെ വിലപ്പെട്ട പേരും പ്രശസ്തിയും ധനവും നശിച്ചു പോവുക, കുലത്തിനെ പറയിപ്പിക്കുക എന്ന ഒരു വിഷയമാണ് മേടത്തിലെ ശുക്രന് വരുന്നത്. അതിനാൽ പലപ്പോഴും ഈ മേടത്തിലെ ശുക്രനെ വളരെ ശ്രദ്ധിക്കണം. സ്ത്രീ വിഷയത്തിൽ അപഖ്യാതിയും ധനനഷ്ടങ്ങളും ഒക്കെ ഉണ്ടാകാം. അനാവശ്യമായ പൊങ്ങച്ചങ്ങളും ഒക്കെ കാട്ടി ധനനഷ്ടങ്ങളും സംഭവിക്കാം. മേടം മുതൽ മീനൻ രാശി വരെയുള്ള 12 രാശിക്കാരുടെയും ശുഭാശുഭ ഫലങ്ങൾ നാം ചർച്ച ചെയ്യുകയാണ്. അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക വരുന്ന മേടൻ രാശിക്കാർക്ക് ചാരവശാൽ ശുക്രൻ മേടൻ രാശിയിലേക്ക് പ്രവേശിക്കുമ്പോൾ എന്താണ് ശുഭാശുഭ ഫലങ്ങൾ പ്രദാനം ചെയ്യുന്ന വിഷയമാണ്. ഇവിടെ മേടൻ രാശിയിലാണ് ശുക്രൻ നിൽക്കുന്നത്. ശുക്രൻ മേടൻ രാശിക്കാർക്ക് നല്ല 2 ഭാവത്തിൻ്റെ അധിപന്മാരാണ്. ഒന്ന്, മേടൻ രാശിക്കാർക്ക് ശുക്രൻ അവരുടെ വാക്ക്, ധനം, കുടുംബം ഇതൊക്കെയാണ്. മറ്റൊന്ന് അവരുടെ വിവാഹം മുതലായ വിഷയങ്ങളാണ്. യാത്ര, ഭാര്യാസുഖം, മെറ്റീരിയൽ ബെനിഫിറ്റ് ഇതൊക്കെ ചിന്തിക്കേണ്ടുന്ന ശുക്രനാണ്. ഏതായാലും ശുക്രൻ്റെ സ്ഥിതി മേടൻ രാശിയിൽ ലഗ്നത്തിൽ നിൽക്കുന്നു, 1-ാം ഭാവത്തിൽ നിൽക്കുന്നു. ഒരു ശുഭഗ്രഹം ഒരു രാശിയിൽ നിൽക്കുമ്പോൾ നല്ല ഫലത്തെ പ്രദാനം ചെയ്യുന്നതാണ്. സൗമ്യേ സുഖസ്ഥിതി ജയ ആരോഗ്യ അർത്ഥ സമ്പത്തേഹ കീർത്തിസ്ഥാന വിശേഷ ലബ്ധി ഫലം ന്യായതാം പുച്ഛകാനാം. ശുഭഗ്രഹം ലഗ്നത്തിൽ നിൽക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? സുഖസ്ഥിതി, നല്ല ദേഹത്തിന് സ്ഥിതി ഉണ്ടാകുന്നു, നല്ല സുഖ സ്ഥിതിയെ പ്രദാനം ചെയ്യുന്നു. ജയ ആരോഗ്യ അർത്ഥസമ്പത്തേഹ, ജയത്തെ പ്രാപിക്കുന്നു, ആരോഗ്യമുണ്ടാകുന്നു, ധനപരമായ അഭിവൃദ്ധി ഉണ്ടാകുന്നു, കീർത്തിയും സ്ഥാനമാനങ്ങളും ഉണ്ടാകുന്നു. ഇതൊക്കെ തന്നെയാണ് ഇവിടെ ലഗ്നത്തിലെ ശുക്രൻ, മേടൻ രാശിയിലെ ശുക്രൻ പ്രദാനം ചെയ്യുക. മേടൻ രാശിയിലെ ശുക്രൻ വിവാഹ വിഷയങ്ങൾക്ക് വളരെ അനുകൂലമാണ്. വിവാഹ തീരുമാനങ്ങൾ ഉണ്ടാകാം, പുതിയ പ്രണയബന്ധങ്ങൾ ഉണ്ടാകാം. പക്ഷെ എവിടെയും ചതിക്കപ്പെടാൻ പാടില്ല. ഹണി ട്രാപ്പിൽ മേടൻ രാശിക്കാർ വന്ന് പെട്ടുപോകുന്ന സമയമാണെന്നറിയണം. മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന് തിരിച്ചറിയുക. കുടുംബത്തിന് സമാധാനമുണ്ടാകും. സ്മരനിപുണ സുഖി എന്നാണ് ശുക്രൻ ലഗ്നത്തിൽ നിൽക്കുമ്പോൾ ഫലം പറഞ്ഞിരിക്കുന്നത്. ഇവിടെ മേടൻ രാശിയിലെ ശുക്രൻ സ്മരനിപുണ, കാമകലയിൽ നൈപുണ്യം പ്രകടിപ്പിക്കും. സുഖി, നല്ല സുഖത്തോടു കൂടിയിരിക്കും. നല്ല ഫലമാണ് പറഞ്ഞിരിക്കുന്നത്. ചമത്കാരം എന്താവണി സമസ്തരം പ്രതിപാദിച്ചിട്ടുണ്ട്. സമീചീനമംഗം സമീചീന സംഘ, സമീചീനമായ ശരീരമുണ്ടാവുക, സമീചീനമായ നല്ല കൂട്ടുകെട്ടുകൾ ഉണ്ടാവുക, നല്ല സൗഹൃദങ്ങൾ ഉണ്ടാവുക. സമീചീന ബഹു അങ്കന ഭോഗയുക്ത, സ്ത്രീകളുമായി ബന്ധപ്പെടുന്ന സുഖഭോഗങ്ങൾ ഉണ്ടാവുക. സമീചീന കർമ്മ, നല്ല ജോലി ഉണ്ടാവുക. സമീചീന ശർമ്മ, നല്ല സ്ത്രീസുഖം ലഭിക്കുക. സമീചീന ശുക്രോ യഥാ ലഗ്നവർത്തി, ലഗ്നത്തിൽ ശുക്രൻ ഇതൊക്കെ പ്രദാനം ചെയ്യും. അതിനാൽ നല്ലൊരു ഫലമാണ് മേടൻ രാശിക്കാർക്ക് ഉണ്ടാകുക. പക്ഷേ ആഡംബരത്തിന് വേണ്ടി പൊങ്ങച്ചം കാണിച്ചാൽ ധനനഷ്ടം വരും. കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്ത് ഒരു വിദേശ രാജ്യത്തു നിന്നും വിളിച്ചിരുന്നു. അദ്ദേഹത്തിനൊരു ജോലിയില്ലാത്തൊരവസ്ഥയാണ്. അദ്ദേഹം നാട്ടിലൊരു ആഡംബര സൗധം പണി കഴിപ്പിച്ചു. അദ്ദേഹത്തിന് എല്ലാ കാശും ഇവിടുന്ന് വട്ടിപ്പലിശ ആ രാജ്യത്തു നിന്നും എടുത്തിട്ടാണ് അദ്ദേഹം വീടിൻ്റെ പണി പൂർത്തിയാക്കിയത്. ഇപ്പോൾ അദ്ദേഹം ജോലിയില്ല. പലിശക്കാർ അദ്ദേഹത്തിനെ ശല്യപ്പെടുത്തുകയാണ്. അദ്ദേഹത്തിന് ഉറങ്ങാൻ പറ്റുന്നില്ല. ശ്രീകുമാരൻ തമ്പിയുടെ വരികളാണ്. ബന്ധുക്കൾ ശത്രുക്കളിലെ അകലെ കാണുമ്പോൾ സുന്ദരമാം മന്ദിരം, അകപ്പെട്ട ഹൃദയങ്ങൾക്ക് അതുതാൻ കാരാഗൃഹം. ആ വീട്ടിനുള്ളിൽ ജീവിക്കുന്നവർക്ക് അതൊരു
ജയിലായി മാറുകയാണ്. അതിനാൽ ദയവ് ചെയ്ത് യാതൊരു വിധത്തിലുള്ള ധനത്തിൻ്റെ അഹങ്കാരമോ അല്ലെങ്കിൽ ഇല്ലാത്ത ധനത്തെ കൊണ്ട് ആഡംബരമോ കാണിക്കാതിരിക്കുക. പെട്ടുപോകും പ്രിയപ്പെട്ടവരെ. ഇവിടെ നിർബന്ധമായും വെള്ളിയാഴ്ചകളിൽ 25 ദിവസം മാത്രമേ ശുക്രനുള്ളൂ. വെള്ളിയാഴ്ചകളിൽ ഗണപതിക്ക് ഒരു നാളികേരം അടിക്കണം. ക്ലേശങ്ങളൊക്കെ മാറിപ്പോകട്ടെ. സ്ത്രീ വിഷയത്തിൽ പെടാതിരിക്കുക. നന്ദി, നമസ്തേ.